ഈ വീട്ടിൽ എ സി ഇല്ല. ഈ വീട്ടിൽ എവിടെ എ സി ഇല്ല? റൂമിലും ഇല്ല. നാച്ചുറൽ എയർ മാത്രമേ ഉള്ളൂ. ആണ്. അത് അങ്ങനെ വെക്കാൻ പാടില്ല എന്നൊന്നും ഇല്ലല്ലോ അല്ലേ? ഇത്രയും വലിയൊരു മുറിയിൽ എ സി വെക്കണമെങ്കിലേ കുറച്ച് നമ്മൾ സാമ്പത്തികപരമായും കൂടെ ആലോചിക്കേണ്ടിയിരിക്കുന്നല്ലേ. ഇത് ഫുൾ കുമായക്കെട്ടാണ്, സിമെന്റ് ഇല്ല. ഓ അത് ശരി. കുമായമാണ്. സുർക്കി എന്ന് പറയും. സുർക്കി നമ്മുടെ മുല്ലപ്പെരിയാറില്ലേ, സെയിം ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ. ഓ അത് ശരി. ഈ പിക്ചറൊക്കെ രവിവർമ്മയുടെ. അതെ അതെ അതെ. ഇത് ഈ പിക്ചർ എന്താണ് ശകുന്തള. ശകുന്തള. പക്ഷെ ശകുന്തളയുടെ നമ്മൾ മറ്റേ ആ ദർഭമുന കൊണ്ട പിക്ചർ അല്ലാതെ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് ഇടയ്ക്കെന്ന് നമ്മളൊന്ന് ക്ലീൻ ചെയ്തു, ശകലം റിപ്പയർ ഒക്കെ ചെയ്തു. എല്ലാ പെയിന്റിങ്സും ശരിക്കും നമ്മള് ആന്റി ഫംഗൽ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യണം അല്ലെ? ഞാൻ ആക്ച്വലി കേട്ടിട്ടുണ്ട് ഈ പിക്ചറുകൾക്കൊന്നും തൊടാനോ അങ്ങനെയുള്ള ഒരു അവകാശം, കൈകൊണ്ട് തൊടാൻ മാത്രമല്ല ഇതൊക്കെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന പെയിന്റിങ്ങുകളാണെന്ന്. അങ്ങനെയുണ്ടോ? കീഴിൽ അല്ല, ഇതെല്ലാം എനിക്ക് പ്രൊട്ടക്റ്റഡ് ബൈ നമ്മുടെ ഇന്ത്യയുടെ സ്വത്തല്ലേ ഇതൊക്കെ. രവിവർമ്മയുടെ ഒരു പെയിന്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കിട്ടാൻ ഒക്കില്ലല്ലോ. ഇല്ല. ഇത് നമ്മളെന്നും അതുപോലെ തന്നെ സൂക്ഷിച്ച് പ്രൊട്ടക്ട് ചെയ്ത് വെച്ചേക്കണം. ആർക്കിയോളജിയുടെ റെപ്യൂട്ടഡ് ആൾക്കാരെ കൊണ്ടുവന്ന് റിപ്പയർ ചെയ്യിക്കാൻ, പിന്നെ അവരുടെ എന്തെങ്കിലും ചെയ്യണമെങ്കിലും നമ്മൾ അവരുടെ ഒരു അഡ്വൈസ് ഒക്കെ എടുക്കണം. നമ്മൾ ഈ രവിവർമ്മ ചിത്രങ്ങളുടെ ഒരുപാട് കോപ്പികളൊക്കെ പലയിടത്ത് കണ്ടിട്ടുണ്ട്. ഒരുപാട് ഞാൻ ആദ്യം കാണിച്ച പോലെ അല്ലെങ്കിൽ ദർ കംസ് പപ്പ പോലത്തെ ഒരുപാട് പിക്ചർ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഓയിൽ പെയിന്റിങ്ങുകളൊക്കെ ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഒറിജിനൽ പെയിന്റിങ്ങുകളാണ്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിന്റെ പുറകിലുള്ള കഥകളും എനിക്കറിയില്ല. അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതണം. ഇത് അതുപോലെ രവിവർമ്മ വരച്ച മറ്റൊരു പിക്ചർ. ഈ ഓയിൽ പെയിന്റിങ്ങുകളൊക്കെയുള്ള കഥകൾ എനിക്കറിയില്ല, പക്ഷെ കാണാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇതെന്താ പറയാ, ഈ ഒരു വെസല് എനിക്ക് തോന്നുന്നു എത്ര വർഷം പഴക്കമുണ്ടെന്ന് സാറിന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഞാൻ ജനിക്കുന്നുമ്പേ ഉള്ള എനിക്കുള്ളതാണല്ലേ. സാറിന്റെ പ്രായം പറയാൻ ആഗ്രഹമുണ്ടോ? ഇല്ല. അപ്പൊ ഏതായാലും ഇതിനൊരു 55-60 വയസ്സ് പ്രായമുള്ള ഒരു സാധനമാണ് ഈ ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ പറയാലോ അല്ലെ? പറഞ്ഞോളൂ, കുഴപ്പമില്ല. അപ്പൊ ഏതായാലും ഒരു ചൈനീസ് ആർക്കിയോളജി അല്ലെങ്കിൽ ചൈനീസ് ആർക്കിടെക്ചർ ആണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ കാണുന്ന ഫോട്ടോസ് കാണുമ്പോഴും സൈഡിൽ കാണുമ്പോഴും ഒക്കെ ഭയങ്കരമായ പെർഫെക്ഷനും. അതൊക്കെ ഹാൻഡ് മെയ്ഡ് ആണ്, മെഷീൻ ഒന്നും ഉപയോഗിക്കാതെ ഹാൻഡ് മെയ്ഡ്. അതുകൊണ്ടായിരിക്കും അല്ലേ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്? അത് എനിക്കൊന്ന് പൊട്ടിയിട്ട് തിരുന്നത് ഒട്ടിച്ച് വെച്ച ആണോ? ഇനി ഇവിടെ നമ്മള് നോക്കുമ്പോ നമ്മൾ ആ രണ്ടിൽ ഇത് ലാമ്പാണോ ആക്ച്വലി? എന്താണത്? ഫ്ലവർ വേസ് പോലത്തെ ആണ്. ഫ്ലവർ വേസ് ആണല്ലേ? ലാമ്പല്ല. ഈ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും തന്നെ പഴക്കമുള്ള ഒരു സാധനം ഞാൻ കണ്ടത് ഈ സോഫയാണ് അല്ലെ? ഇതെല്ലാം ഈ സോഫകളെല്ലാം ഇതെല്ലാം പഴയത് തന്നെ. അപ്പോസ്റ്ററുകൾ മാത്രം മാറ്റിയിട്ടുള്ളൂ കീറുന്നതനുസരിച്ച്, ഇൻക്ലൂഡിംഗ് ദിസ് കാർപ്പറ്റ്. വളരെ പഴയ. ഇവിടെ പിന്നെ അന്നത്തെ വലിയ ആൾക്കാരെല്ലാരും വന്നിട്ടുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഉൾപ്പെടെ അദ്ദേഹം ഇലക്ഷന് മുമ്പേ വന്നിട്ടുണ്ട്. അതുപോലെ സാർ, ഞാൻ കേട്ടിട്ടുള്ള ഒരു കൊട്ടാരത്തിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് നേരിട്ടൊരു തുരങ്കമുണ്ട്, അതിലൂടെ പോകാൻ പറ്റും എന്നൊക്കെ കേൾവിയുണ്ട്.